എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ പൃഥ്വിരാജ് ലാലേട്ടൻ ഫാൻസിനിട്ട് ഒരു ഒരു നല്ലൊരു കൊട്ട് കൊടുത്തു തന്നെ സത്യത്തിൽ പറയാം. ആദ്യം ആ വീഡിയോ നിങ്ങളൊന്ന് കാണി, അത് കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഏറ്റവും ഫ്ലെക്സിബിൾ ആക്ടർ മമ്മൂക്കയാണ്. കാരണം നമ്മുടെ ശരീരം ആ രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കി വെക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഫ്ലെക്സിബിൾ ആക്ടർ മമ്മൂക്കയാണ്. കാരണം ഞാൻ ഈ മമ്മൂക്കയുടെ ലാലേട്ടന്റെ പേര് പറഞ്ഞ കൈഡി കിട്ടും എന്നുള്ളതൊന്നും പറയാല്ല. നമ്മൾ ശരിക്കും ഇപ്പൊ മമ്മൂക്കനെ നമ്മൾ ഏത് കഥാപാത്രമായിട്ട് കണ്ടാലും മുട്ടൻ അതുപോലെ ഇരിക്കുന്നു തോന്നില്ല. ഇപ്പൊ അമരത്തിൽ അച്ചൂട്ടിയായിട്ട് കണ്ടാലും ഒരു തനി മുപ്പനായിട്ട് തോന്നും. ഇപ്പൊ നമുക്ക് കിങ്ങിലെ കളക്ടറായിട്ട് കണ്ടാലും ശരിക്കും ഒരു അങ്ങനത്തെ ഒരാളായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ ഈ ലാലേട്ടൻ ഫാൻസ്? അവരെ മോശമാക്കി പറയല്ല, അവർ നാഴിക്ക് 40 വട്ടം പറയുന്ന ഒരു സംസാരമുണ്ട്. ലാലേട്ടനെ പോലെ ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കാൻ മമ്മൂക്കയ്ക്ക് കഴിയില്ല, അല്ലാതെ എല്ലാ വേഷവും എല്ലാ കാര്യം നല്ല അടിപൊളിയായിട്ട് തന്മയത്വത്തോടെ ചെയ്യാൻ ലാലേട്ടന് മാത്രമേ കഴിയുള്ളൂ. ഇന്നലെ പൃഥ്വിരാജ് കണ്ടില്ലേ, അടക്കി കൊടുത്തു. മലയാളത്തിലെ എൻ്റെ അറിവിൽ ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ഒരേ ഒരു താരം അത് മമ്മൂക്ക. അത് നിങ്ങളെ കയ്യടി കിട്ടാൻ വേണ്ടി ഇത് പറഞ്ഞാൽ നിങ്ങൾ കയ്യടി കിട്ടുമെന്ന് എനിക്കറിയാം, പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല. മമ്മൂക്ക ഒരു റോള് ചെയ്യണമെങ്കിൽ ആ ഒരു ക്യാരക്ടറിനോട് അത്രത്തോളം ഫ്ലെക്സിബിളായിട്ട് അദ്ദേഹം അത് ചെയ്യും. അദ്ദേഹം അമരത്തിൽ അച്ചൂട്ടിയാണെങ്കിൽ അങ്ങനെ, മറ്റുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ അങ്ങനെ, എല്ലാ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ആയ മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നതാണ് പൃഥ്വിരാജ് ഇന്നലെ പറഞ്ഞത്. ഇതൊക്കെ പറയുമ്പോൾ ചില ലാലേട്ടൻ ഫാൻസിൻ്റെ ചൊറിച്ചലാണ്. നിങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരുന്നോളൂ, വേറെ കാര്യം എന്തറിയോ, നിങ്ങൾ ഈ ചൊറിച്ചിലുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ലാലേട്ടൻ എന്നും ആ മീശപിരി മുണ്ട് പടക്കി കുത്തിൽ മാത്രമേ നിൽക്കണേ. കുറച്ച് മാറ്റങ്ങൾ വരട്ടെ. നമുക്ക് പരീക്ഷണങ്ങളുടെ പിന്നാലെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ മാസ് ചിത്രങ്ങൾ എല്ലാം വെറൈറ്റി ചെയ്യുമ്പോഴല്ലേ ഒരു പ്രേക്ഷകന് ആ താരത്തിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു മനസ്സിലാക്കുക. എല്ലാവരും ഞാൻ ഇഷ്ടപ്പെടുക എന്നും പുള്ളി ഇടി മാത്രം ചെയ്താൽ മതി, ഫൈറ്റ് മാത്രം ഡാൻസ് മാത്രം ചെയ്താൽ മതി, അങ്ങനെ മാത്രം ചെയ്യുമ്പോൾ പുള്ളി എന്നും ആ ഒരു രീതിയിൽ കാണും. പുള്ളി പിന്നെ വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രേക്ഷകർ അംഗീകരിക്കില്ല. അതിന്നെ സത്യം. ലാലേട്ടൻ ആ ഒരു സംഭവത്തിന് മാറിയിട്ട് വേറെ ചെയ്യുമ്പോൾ പ്രേക്ഷകർ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ദൃശ്യം വിറ്റാലും അതൊരു ത്രില്ലിങ് ടൈപ്പിൽ അതിൻ്റെ ഒരു മേക്കിങ് കൊണ്ടുപോകണോണ്ട് ആ ചിത്രത്തിൽ ലാലേട്ടൻ്റെ ഇഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ളതും ആളുകൾ സപ്പോർട്ട് ചെയ്യാത്തത്. ലാലേട്ടനൊന്നും ആരും അങ്ങനെ പ്രതീക്ഷയില്ല. എല്ലാവരും ഒരേ തരത്തിലുള്ള ആ ഒരു ക്യാരക്ടറാണ് പ്രതീക്ഷ. പക്ഷെ മമ്മൂക്കയിൽ നിന്ന് ആളുകൾ അങ്ങനെയല്ല മമ്മൂക്കയെ വേറിട്ട കഥാപാത്രങ്ങളും വ്യത്യസ്ത രീതികളായിട്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി ഇങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. അത് പറയുമ്പോൾ ചില ആളുകൾക്ക് തന്നെ കൃമി കടിച്ചുകൊണ്ടിരുന്നോളും. മമ്മൂക്ക അത് എല്ലാ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെത് ആ കഥാപാത്രങ്ങളായിട്ട് അദ്ദേഹം മാറ്റും. അതായത് മമ്മൂക്ക തന്നെ ചെയ്യണമെന്ന് നമുക്ക് തോന്നില്ല, ആ കഥാപാത്രങ്ങളായി. അപ്പോൾ ഉദാഹരണം തനിയാവർത്തനത്തിലെ ബാലമാഷ്, വടക്കൻ വീരകഥയിലെ ചന്തു, പഴശ്ശിരാജയിലെ പഴശ്ശിരാജ, അങ്ങനെ പല വേറെയുള്ള കഥാപാത്രങ്ങൾ, അങ്ങനെ രാജമാണിക്യത്തിലെ മാണിക്യം, ഇതൊക്കെ പുള്ളി നമുക്ക് ഇത് മമ്മൂട്ടിയാണ് ചെയ്യുന്നത് തോന്നില്ല. പല രീതിയിലുള്ള പല കഥാപാത്രങ്ങളിലൂടെ നേടി വന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ഥാനം. അതെന്തായാലും ജനമനസ്സുകളുടെ ഇടയിലും സിനിമാ പ്രേമികളുടെ ഇടയിലുണ്ടാവും. അത് 1-2 ആളുകൾ പറഞ്ഞാൽ മാത്രം അത് ഞങ്ങൾ സമ്മതിക്കാൻ മാത്രം ഞങ്ങൾ മണ്ടന്മാരല്ല. ഓക്കെ, ഇത് മാത്രം പറയാനുള്ളൂ.